ഇനി വയനാട്ടിലും എല്ലാ പ്രശ്നങ്ങളും വയനാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും, നിങ്ങൾ പ്രേക്ഷകരൊക്കെ ചോദിച്ചിരുന്നു കുറച്ച് ദിവസങ്ങളായി വയനാട്ടിലേക്ക് വന്ന ബേലൂർ മഖന എന്തായി എന്ന്. വയനാട്ടിലെ പടമല, പാൽ വെളിച്ചം പ്രദേശങ്ങൾ ഇപ്പോഴും ബേലൂർ മഖന എന്ന കാട്ടാന വിതച്ച ഭീതിയിൽ നിന്ന് മോചിതമായിട്ടില്ല. ഫെബ്രുവരി 13-നാണ് പടമല സ്വദേശി അജീഷിനെ കാട്ടാന കൊന്നത്. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള വനം വകുപ്പിന്റെ ശ്രമവും പരാജയപ്പെട്ടിരുന്നു. കർണാടകയിലെ നാഗർഹോളെ കടുവ സങ്കേതത്തിലാണ് ബേലൂർ മഖന ഇപ്പോഴുള്ളത്. വിവരങ്ങളുമായി കമൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കമൽ. കമൽ, ബേലൂർ മഖന എവിടെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വളരെ നീണ്ട ഒരു ദൗത്യമാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്യജീവി ആക്രമണങ്ങളിൽ നേരിട്ടപ്പോഴൊക്കെ ഉണ്ടാവാത്ത അത്ര നീണ്ട ഒരു ദൗത്യത്തിന് പിന്നാലെ തന്നെയാണ് വനം വകുപ്പ് ഇപ്പോഴും ഉള്ളത്, അല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. ബേലൂർ മഖന ഇപ്പോഴുള്ളത് നാഗർഹോളെ കടുവ സങ്കേതത്തിലാണ്. വയനാട് അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് എന്നാണ് 2 ദിവസം മുമ്പുള്ള ഈ റേഡിയോ കോളർ സിഗ്നലിൽ നിന്ന് വ്യക്തമായത്. ഈ ബേലൂർ മഖനയുടെ ഭീതി ഏറ്റവും ആദ്യമുണ്ടായ പടമല പാൽവെളിച്ചം പ്രദേശത്താണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറുവദ്വീപ് എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെ ആശ്രയിച്ചാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ആ സംഭവത്തിന് ശേഷം കുറുവദ്വീപ് അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ അടക്കം ഈ ബേലൂർ മഖന പ്രശ്നം ബാധിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കാം. ചേട്ടാ, കുറുവ അടഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട് ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് എല്ലാവരും ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഉണ്ട്. പിന്നെ വന്യമൃഗശല്യം കുറയ്ക്കണം, പിന്നെ നിയമം മാറേണ്ട അത്യാവശ്യം വേറൊന്നുണ്ട്. ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ആന വന്നത് എന്തായാലും ഈ പ്രദേശത്തെ ജീവിതത്തെ അതിന് ശേഷം ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ടും തിരിച്ച് പോകാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല. ഇല്ല, ആളുകൾ മഞ്ഞ് കണ്ടില്ല. ഈ മഞ്ഞിനൊന്നും ആൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ആ ദൂരെ വരുന്ന ആളെ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ശരി, നിയമം കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ അധികാരികൾ നിയമം മാറ്റി എഴുതണം. അല്ലാണ്ട് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഈ പ്രദേശത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ പറയുന്നത്. ചേട്ടാ, കുറുവദ്വീപ് അടഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്നത്. കുറുവദ്വീപ് അടഞ്ഞു കിടക്കുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ആന വന്നതിന് ശേഷം തുറന്നിട്ടില്ലല്ലോ? ഇല്ല, ഇതുവരെ തുറന്നിട്ടില്ല. ആന വന്നതിന് ശേഷം ഇതുവരെ കുറുവദ്വീപ് തുറന്നിട്ടില്ല. പക്ഷേ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ഇതാവും. കടകളൊക്കെ അടച്ചിട്ടേക്കുവാണ്. വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, അപ്പോൾ ആ പേടിയെന്നൊരു ജനം മോചിതരാകാത്തൊരു സ്ഥിതി ഉണ്ട്. അതിനുശേഷം കടുവേനെ കണ്ടു. അതിനുശേഷം കടുവേനെ കണ്ടു. അത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പം നോക്കി എവിടെ നോക്കി തുറന്നു കഴിഞ്ഞാൽ ആന ചവിട്ടിക്കൊന്നു, കടുവ പിടിച്ചു. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ട് ഇവിടെ. ക്ലാസ്സിലേക്ക് പോവാണോ? അതെ. രാവിലെ പോകാനൊക്കെ പേടിയുണ്ടോ അപ്പോൾ അതിനുശേഷം, ആന വന്ന സംഭവത്തിന് ശേഷം? ഞാൻ വൈകിയാണ് പോകുന്നത്. എന്നാലും ഈ ഭാഗത്ത് മൊത്തത്തിലൊരു അതിൻ്റെ ഒരു ആശങ്ക ഒഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. അതെ. ചേട്ടൻ ഇവിടെ തന്നെ താമസിക്കുന്ന ആളാണോ? ഈ ഭാഗത്ത് മൊത്തം ഒരു ഉറങ്ങിയ അവസ്ഥയാണ്. രാവിലെയൊക്കെ ആൾക്കാർ പുറത്തിറങ്ങാൻ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാകും. ആനശല്യവും കടുവയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. പിന്നെ കുറുവ എത്രയും പെട്ടെന്ന് തുറക്കുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. മോത്തി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാട്ടാന നാട്ടിലിറങ്ങിയത് ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ പോലും ബാധിക്കുന്ന തരത്തിൽ മാറിയിരിക്കുകയാണ്. ഈ പാൽവെളിച്ചം, പടമല ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടലുകൾ, വനിതകളടക്കം നടത്തുന്ന ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുറുവദ്വീപ് അതിനുശേഷം തുറന്നിട്ടില്ല. ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശം, ടൂറിസത്തെ ആശ്രയിച്ച ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ, അവിടെയാണ് ഈ ഒരു ആനയുടെ വരവിനെ തുടർന്ന് വലിയൊരു സ്തംഭനമുണ്ടായിരിക്കുന്നത്.